താരകേശ്വരി കുട്ടിയുടെ പേര്. നല്ല അസല് പേര്. താങ്ക്സ്. ഇന്നേ വരെയുള്ള എന്റെ ബ്രോക്കർ ജീവിതത്തിൽ ഇത്രയും സ്മാർട്ട് ആയിട്ട് ഒരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല. അത് പേര് കേട്ടപ്പോഴേ മനസ്സിലായി. പേരിന് എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞാൽ താരകേശ്വരി താരേ എന്ന് വിളിച്ചൂടെ? പത്തനംതിട്ടയിൽ അവിടെ അപ്പന് 4 ഐസ് ഫാക്ടറി, കൊച്ചിയിൽ ഒരു ചെമ്മീൻ ഫാക്ടറി, അത് മുഴുവൻ താരകേശ്വരിയുടെ പേരില്ല. അതേതായാലും നന്നായി. താരകേശ്വരിയുടെ ചെമ്മീൻ ഒരിക്കലും ചീത്തയാവത്തില്ല. പത്തനംതിട്ടയിൽ അവളുടെ അപ്പന്റെ ഐസ് എടുത്തിടാലോ. അതെ. കൊച്ചേട്ടാ, കൊച്ചേട്ടാ, കൊച്ചേട്ടന്റെ കാറ്റ് പോയിന്നാ ഞാൻ വിചാരിച്ചത്. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പണ്ട് മണ്ടയ്ക്ക് കൊണ്ടപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നു. ആ താരകേശ്വരി ഇരട്ട പറ്റതാ മോനെ. പെറ്റ പെണ്ണിനെയാണോ എനിക്ക് ആലോചിക്കുന്നത്? അവളല്ല, അവളുടെ അമ്മ. ആദ്യം വന്നത് താരകേശ്വരി, പിന്നാലെ വന്ന് ഭുവനേശ്വരി. പത്തനംതിട്ടയിലെ 2 ഐസ് ഫാക്ടറി അവൾക്കുള്ളതാ. പാതി ചെമ്മീനും അവൾക്ക് പോവും, ബാക്കിയുള്ളതേ നിനക്ക് കിട്ടും. ഫിക്സ് ചെയ്യട്ടെ. വിഷ്ണു, ഓ നീ എങ്ങോട്ടാ ഓടുന്നേ? മുഴുവൻ കേട്ടിട്ട് പോ, ഇല്ലെങ്കിൽ നിന്റെ അമ്മ എന്നെ ഇരുത്തി പൊറപ്പിക്കില്ല. എന്റെ കല്യാണ കൈരളി കമ്പ്യൂട്ടർ സെന്ററിലൂടെ നിനക്കൊരു കല്യാണം നടന്നു കിട്ടിയാൽ ബ്രോക്കറേജ് ആയിട്ട് 20 സെന്റ് സ്ഥലവും 10 പുര എനിക്ക് എഴുതി തരാമെന്ന് പ്രഭക്കുഞ്ഞമ്മ പറഞ്ഞിട്ടുണ്ട്. വാശി കാണിച്ച് നീ അത് എന്റെ എന്ന് തട്ടിക്കളയരുത്. നോക്കിയേ, ഏത് ടൈപ്പ് വേണം? ഏറ് വടക്ക് മുതൽ ആറ്റം ബോംബ് വരെ എന്റെ കമ്പ്യൂട്ടറിലുണ്ട്. വ്യായാമം നിർത്തി വെച്ച് എനിക്ക് ഒരു ആറ്റം ബോംബിന്റെയും കാര്യം ഇപ്പൊ കേൾക്കണ്ട, ഒക്കെ അമ്മയോട് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്നും വ്യായാമല്ലേ? അപ്പൊ ഒരുമിച്ച് ഓടാലോ. പോരാല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു ഐസ് ഫാക്ടറി എന്റെ തലയിൽ കെട്ടി വെച്ച് കൊച്ചേട്ടൻ ആ 10 പുര പുഴുങ്ങി തിന്നണ്ട. ഇനിയിപ്പോ ഇതുവരെ ഓടും? ഭൂമിയുടെ അറ്റം വരെ ഓടും. ഓടുന്ന വഴി ഭഗവതിക്ക് മുന്നിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കും. അവിടുന്ന് അങ്ങോട്ട് ഞാനും ഭഗവതിയും ഒരുമിച്ചോടും. പ്രാർത്ഥിക്കുന്നില്ലേ? കിതപ്പൊന്ന് നിന്നിട്ടണ്ടേ, അകത്ത് മുഴുവൻ വെടിക്കട്ട. പ്രാർത്ഥിക്കാൻ പറ്റില്ല. നീ എന്താ പ്രാർത്ഥിച്ചേ? ഇന്ന് പുതിയ കാർ ലോഞ്ച് ചെയ്യല്ലേ, നന്നായി വരണേന്ന് ഭഗവതിയോട് പറഞ്ഞു. നിന്റെ കൈ കൊണ്ടല്ലേ ഉദ്ഘാടനം, പിന്നെ നന്നാവാണ്ടിരിക്കും. ഭഗവാന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി നീ ചെന്ന് വിളക്ക് എത്തിക്കേ വേണ്ടു. അതൊരിക്കലും കിട്ടില്ല. നീ ഇതെവിടെയായിരുന്നു? ഞാൻ ഓർക്കസ്ട്രയ്ക്ക് ജാതകം നോട്ട് കൊടുക്കുകയായിരുന്നു. അനിയൻകുട്ടാ, അച്ഛൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. ഇതാ പരമേശ്വരൻ കോൺട്രാക്ടർക്ക് ആദ്യമായി കൊടുക്കാൻ പോളിഷ് ചെയ്തിട്ടിരിക്കുന്ന കാറാ. അച്ഛനോട് ഈ കാർ എനിക്ക് തന്ന് അച്ഛന്റെ വക ഒരു ഉദ്ഘാടനം കൂടെ നടത്താൻ ഏട്ടൊന്ന് പറ. കോൺട്രാക്ടർക്ക് വേറെ കാർ കൊടുത്താ പോരെ? ഞാനൊരു മകനല്ലേ? മകനാണ്. പക്ഷെ അങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തിയ അച്ഛനിപ്പം മകനെ സന്തോഷിപ്പിക്കില്ലെന്ന് മാത്രമല്ല, ഈ വന്നിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് അച്ഛൻ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് വരും. നിനക്കത് കേൾക്കണോ? കേൾക്കണമെങ്കിൽ ഞാൻ പറയാം. അയ്യോ വേണ്ട. എന്നാ വാ. ഓക്കേ. മനുഷ്യനായ ബുദ്ധി വേണം. തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്ത് കുഴപ്പം ഒപ്പിച്ചാലും ചെക്ക് ബുക്കും കീശയിലിട്ട് വരുന്ന തന്റെ അച്ഛൻ മാധവൻ തമ്പിയെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം തലവിധി. ഈ കോളേജിന്റെ തലവിധി കണ്ടോ? ഈ കാണുന്ന ട്രോഫികളും മെഡലുകളും എല്ലാം തന്റെ ഏട്ടൻ നേടിയെടുത്തതാ. തന്നെ കൊണ്ടൊരു മുട്ടുസൂചിയെങ്കിലും ഈ കോളേജിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? എന്താടോ ഇത്? ഇനി സാർ സങ്കടം പറയരുത്. മുട്ടുസൂചി ഫോറിനാ. ഇതാ പറഞ്ഞത്, തന്നെ കൊണ്ടെല്ലാം ഇതേ സാധിക്കൂ. ഇവിടെ പഠിച്ച തന്റെ ഏട്ടൻ ഈ കോളേജിന്റെ അഭിമാനായിരുന്നു. തനിക്കെന്ത് കുന്തണ്ടോ അഭിമാനിക്കാൻ? അത് മാത്രം സാർ പറയരുത്. എനിക്ക് നല്ലൊരു പ്രിൻസിപ്പൾ ഇല്ലേ? ആ അഭിമാനം പോരെ സാർ? എനിക്ക് പഠിത്തമല്ല, ഗുരുഭക്തിയാണ് വലുത്. ഈ പിറന്നാൾ ദിവസം തന്നെ സാർ എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് കഠിനമാണ്. ഞാൻ ഇനി മുതൽ നല്ലവനായിരിക്കും സാർ. അതിന് സാധ്യത വളരെ കുറവാ. എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യാൻ സാർ. ഏയ്, അതൊന്നും വേണ്ട. താൻ നന്നായാ മതി. നന്നായ മതിയെന്നല്ല, താൻ നന്നാവും. എന്താ അത്? എന്റെ പിറന്നാൾ മധുരമാണ്, സാറ് കഴിക്കണം. വേണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്താടാ? ഞാനൊരു തവളപ്പത് പ്രിൻസിപ്പളിനും കൊടുത്തു. നമസ്കാരം. സർ, ഓക്കെ ഓക്കെ. ആ എന്താ സാർ പൊതിയില് മൂക്കുത്തിയാ? സാർ എനിക്കൊരു മൂക്കുത്തി തരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലായി. ഇനി കുത്താൻ നിന്റെ മൂക്കിൽ സ്ഥലമില്ലല്ലോ പ്രേമലതേ. ഇതെനിക്ക് ഹിസ്റ്ററി പ്രൊഫസർ കഴിഞ്ഞ വിഷുവിന് പ്രസന്റ് തന്നതാ. ഈ കല്ലില്ലാത്തത് സുന്ദരേശ സാറ് UGCയുടെ ആദ്യ ശമ്പളം കിട്ടിയപ്പോ വാങ്ങി തന്നതാ. അത് ശരി. സാർ ഒരു മൂക്കുത്തി തന്നാ ഇത് രണ്ടും ഞാൻ ഊരും. പിന്നെ സാറിന്റെ മൂക്കുത്തി മാത്രമേ എന്റെ മൂക്കിൽ കാണൂ. ഇത് മൂക്കുത്തി ഒന്നും അല്ലടോ, കേക്കാ. ഇന്നെന്റെ പിറന്നാളാണ്. ഒരു കഷ്ണം ഞാൻ പ്രേമലതയ്ക്ക് വേണ്ടി എടുത്തു വെച്ചതാ. ഓ, പഠിക്കാനല്ല ഇവൻ കോളേജിൽ പോകുന്നത്, തവള പിടിക്കാനാണ് വല്ല പാടത്ത് പോയാ പോലെ. പ്രിൻസിപ്പൽ എങ്ങനെ പിന്നാക്കം പറഞ്ഞു? മൂക്കിന്റെ പാലം പോയെന്നാ കേട്ടത്. ഈശ്വര, ഇവനാണോ അയാളെ തള്ളിയിട്ടത്? ഇവനല്ല പ്രിൻസിപ്പളിനെ തള്ളിയിട്ടത്. പ്രിൻസിപ്പൾ വിളിച്ചു പറയുമ്പോഴേക്കും അച്ഛൻ എന്തിനാ അവനോട് ചൂടാവുന്നത്?
പിന്നാക്കം വീണ പ്രിൻസിപ്പളിന്റെ മൂക്കിന്റെ പാലം എങ്ങനെ പൊളിയുന്നത്? അയാളുടെ പിന്നിലാണോ മൂക്ക്? അത് നേരാ, അതാ എനിക്ക് മനസ്സിലാകാത്തത്. അതാ ഞാൻ പറഞ്ഞത്, ആ വീഴ്ചയും എവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന്. പിന്നെ അവന്റെ സസ്പെൻഷൻ അത് നാളെ ഞാൻ തീർത്തു തരാം. നീ അങ്ങോട്ടൊന്ന് വന്നേ. പ്രിൻസിപ്പളിന്റെ പ്രശ്നം നീ കാര്യമാക്കണ്ട. അതിലും കഷ്ടമാ പ്രേമലത മാഡത്തിന്റെ അവസ്ഥ. തവളെ കണ്ട് പേടിച്ച് മുഖമടിച്ച് നിലത്ത് വീണ് അവരുടെ മുന്നിലെ ഒരുപാട് പല്ലുകൾ കാട്ടം സംഭവിച്ചിട്ടുണ്ട്. അതിനൊരു പരിഹാരം നീ കണ്ടേ പറ്റൂ. ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൂട്ടിയിട്ട് പോയി ആ പല്ലുകളൊക്കെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം. അവരെന്നെ വിളിച്ച് ഒരുപാട് കരഞ്ഞു. അതെങ്ങനെ അവര് വീണത്? ആ തവളെ പിടിച്ച് കേക്കാണെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ അവരെ വായി വെച്ചു കൊടുത്തു. അവരെ കടിച്ചു. ബെസ്റ്റ്. അവര് തമ്മിൽ സ്നേഹത്തില. മാഡത്തിന്റെ ആടിയ പല്ലുകൾ അവരുടെ സ്നേഹത്തിന്റെ ഒരു സ്മാരകമായി ഇരുന്നോട്ടെ. ഏട്ടൻ അത് വിട്ടേക്ക്. നീ എങ്ങോട്ടായി പോന്നേ? അങ്ങനെ വിട്ട ആടിയ പല്ലും പിടിച്ചോണ്ട് അവർ അച്ഛനെ വന്ന് കാണും. നിനക്ക് അവരെ അറിയില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. എന്താ? കുറെ കാലമായില്ലേ പെണ്ണ് കിട്ടാതെ നടക്കുന്നു. ഏട്ടൻ അവരെങ്ങ് കെട്ട്. ഏട്ടനും പ്രൊഫസർ, അവരും പ്രൊഫസർ. ഇത്തരം സന്ദർഭത്തിൽ ഒരു അനിയനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം ഇതല്ലേ ഏട്ടാ? പിന്നെ മുല്ലപ്പൂ പല്ലുകൾ മുഴുവൻ ഏട്ടന് സ്വന്തമല്ലേ? സ്റ്റോപ്പ് സ്റ്റോപ്പ്. കുഞ്ഞമ്മേ, വിഷ്ണുവിന്റെ 67ാമത്തെ പെണ്ണിനെ കാണാൻ നാളെ രാഹുകാലം കഴിഞ്ഞ് നമ്മൾ പോകുന്നു. ഉഗ്രൻ ആലോചന. ഇതിലും വലുതിന് വരാനില്ല. തങ്കം പോലത്തെ പെണ്ണ. പെണ്ണിന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങ് ലണ്ടനില്ല. പെണ്ണും അവിടെ കണ്ടാ പഠിച്ചത്. ചേർപ്പുളശ്ശേരിയിലെ ഒരു വലിയ തറവാട്ടുകാര്. അവരുടെ പത്തായപ്പൊരിക്ക് തന്നെ ഈ വീടിന്റെ വലിപ്പം ഉണ്ടെന്ന ആലോചന കൊണ്ടുവന്ന ഭാര്യര് പറഞ്ഞത്. ഫോട്ടോ ഉണ്ടോ? പെണ്ണിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ ഭാര്യരുടെ ഇല്ല. പഴയത് അതുമില്ല. ഫോട്ടോ വരുന്ന നോക്കിയിരുന്ന പെണ്ണിനെ വേറെ വല്ല ബ്യൂറോക്കാരും കൊണ്ടുപോകും. അതിന് മുമ്പ് പോണം. പെണ്ണിനെ കാണാൻ വരുന്നുണ്ടെന്ന് അവളുടെ അമ്മാവനെ വിളിച്ച് പറഞ്ഞേക്കട്ടെ കൊച്ചാ. എന്താ ലണ്ടൻ കുട്ടിയുടെ പേര്? നല്ല കിടിലം പേര്, അസല് പേര്, സുഷമ. ദേ ഇവിടെ ആയിരുന്നു ഭാര്യര് പറഞ്ഞ പത്തായപ്പുര. എന്നിട്ട് കാണുന്നില്ലല്ലോ. ആ വരുന്നതാണ് സുഷമയുടെ അമ്മാവൻ. ഭാര്യര് പറഞ്ഞ അതേ നടത്താൻ പേര് കേട്ട ഡാൻസറാ. അതെ, ഡാൻസറാ. 21 കൊല്ലം മുമ്പ് ഒരു വൃശ്ചികത്തിലെ സ്റ്റേജ് പൊളിഞ്ഞ് താഴെ വീണു. അതിൽ പറ്റിയ മറ്റൊരു ഡാൻസാ ഇത്. ആണോ? എന്റെ കുട്ടിയെ പെണ്ണ് കാണാമെന്ന ആളല്ലേ? വഴി തെറ്റിയോ? ഇതുവരെ ഇല്ല. ഈ കല്യാണം കഴിഞ്ഞ് തെറ്റാതിരുന്നാ മതി. പത്തായപ്പുര കാണാഞ്ഞത് കൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അത് പൊളിച്ചു. മോളുടെ ചിറ്റയുടെ കല്യാണത്തിന് സ്ഥലം തികയാതെ വന്നപ്പോ ആ പത്തായപ്പുര കിടന്ന സ്ഥലത്താ ഈ വീട് വെച്ചേ. ഇത് സുഷമ്മനയുടെ ഷെയറാ. ആരുടെ ഷെയർന്നാ? അയ്യോ, സുഷമ്മനയുടെ. അതെന്താ ഇവിടെ വന്നപ്പോ ഒരു ഇമ്ന്? അതെ, പറയുമ്പോൾ അതെന്താ ഒരു ഇമ്മന? ഇമ്മന സുഷമ എന്നല്ലേ കുട്ടിയുടെ പേര്? സുഷമയായിരുന്നു. പഠിക്കാൻ സ്കോളർഷിപ്പ് കിട്ടി അങ്ങ് ലണ്ടനിൽ എത്തിയപ്പോ അവിടുത്തെ സായിപ്പന്മാർക്ക് വിളിക്കാൻ കിടക്കുന്ന ആ പേര് അവളൊന്ന് ചെത്തി. സുഷമ്മയ്ക്കൊരു നാടൻ ടേസ്റ്റ്. സുഷമ്മനാകുമ്പോ നല്ല ഫോറിൻ ടേസ്റ്റേ. ഏട്ടൻ സുഷമാന്ന് വിളിച്ചാ മതി. ഏട്ടൻ നാടനല്ലേ? അതെ, എന്നെങ്കിലും അവളെ കൂട്ടി ലണ്ടനിൽ എത്തുമ്പോ ആ ഇമ്മിനെ കയറി പിടിച്ചാ മതി. ഫോറിനായിക്കൊള്ളൂ. അങ്ങനെ പരിഷ്കാരം ഒന്നും വേണ്ട. നമുക്ക് സുഷമാന്ന് മാത്രം മതി. എന്ത് പറ്റിയെങ്കിൽ ഇത് കഴിവണല്ലേ കുട്ടിയെ? അവര് കുട്ടിയെ കാത്തിരിക്കുക. ഇത് വളരെ കോസ്റ്റ്ലി അങ്കിൾ. അപ്ലൈ ചെയ്താൽ 4 hours കീപ് ചെയ്യണം. ഞാൻ വാഷ് ചെയ്യില്ല. ഓ അയ്യോ, എന്താ അപ്പൊ 4 മണിക്കൂർ നേരം ഞാനവരെ എന്ത് ചെയ്യും? ഇത് ലണ്ടൻ അല്ല, കേരളമാ. കേരളത്തിലെ ആൾക്കാർക്ക് എന്താ വിവരമില്ലേ? അല്ല പിന്നെ നിങ്ങൾ കുറച്ച് ലഡ്ഡൂടെ എടുത്ത് അവരുടെ മുന്നിൽ വെക്കേ. ഇനി ലഡ്ഡു കൊടുത്ത അതെടുത്തവർ എന്നെ അറിയും. പയ്യൻ ചില്ലറക്കാരനല്ല, നല്ല തടിമിടുക്കുള്ളവനാ. അങ്കിളിനെ പേടിയാണെങ്കിൽ അവരോട് ഞാൻ പറയാം. സുഷമനെ. Who is Mr. Vishnu? Hi, I am Sushma. വിഷ്ണു. ഓ, ഇതെന്താ ദോഷമാവെടുത്ത് കുട്ടി മുഖത്ത് തേച്ചിരിക്കുന്നത്? No, no, no. This is not ദോശമാവ്. ഇത് ഞാൻ ലണ്ടനിൽ നിന്നും കൊണ്ടുവന്ന മുഖം നിറം വെപ്പിക്കുന്ന ഒരു സൂത്ര. If you don't mind, ഒരു 4 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം. അങ്കിൾ, please be seated. നമുക്ക് സംസാരിച്ചിരിക്കാം. പിന്നെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ അങ്കിൾ? ഇല്ല മോളെ, വരൾച്ചയാ. ഇതൊരു കോസ്റ്റ്ലി പ്രിപ്പറേഷൻ ആണ്. ഇത് നേരാവണ്ണം ഉണങ്ങി മുഖത്തിന്റെ സ്കിന്നിനുള്ളിലേക്ക്. അങ്കിൾ പ്ലീസ് കീപ് ക്വയറ്റ്. ഇതിനകത്തെ പ്രോട്ടീൻ എല്ലാം ഡിസോൾവ് ആകണം. ഓ ആണോ? അത് സാരില്ല, ഞാനിത് കഴുകുന്നത് വരെ നമുക്ക് സംസാരിച്ചിരിക്കാം. ഇരിക്കാം. ബൈ ദ ബൈ, നിങ്ങളൊക്കെ ആരാണ്? ആരൊന്നും കഴിക്കുന്നില്ലല്ലോ. കഴിച്ചോളൂ. വെരി സ്വീറ്റ്. ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്റേടം, മിടുക്കി. അച്ഛന് ബോധിച്ചു. തന്റെ കാര്യം എങ്ങനെ? അങ്കിൾ, പീറ്റർ സ്കോട്ടിന്റെ ജേർണി ഫെ കോക്രോച്ച് വായിച്ചിട്ടുണ്ടോ? എന്താ അത്? പാറ്റ കപ്പലിൽ പോയ കഥ വായിച്ചിട്ടുണ്ടോന്ന്? ഇല്ല, ഞാൻ കഥ വായിക്കാറില്ല. മിസ്റ്റർ വിഷ്ണു, ബ്രസീലിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്സിന്റെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നേക്കാൾ കൂടുതൽ അച്ഛനാ അതൊക്കെ ശ്രദ്ധിക്കാറ്. ഇതൊന്ന് പൊട്ടിച്ചു തരുമോ?